This is അവര് ചെന്നൈയിലാണ്. രാത്രി ഇവിടെ കണ്ടിട്ട് ഈ മണ്ഡലക്കാലത്ത് ഉടുക്കുപാട്ടുണ്ടാവും, അതിന് പോയിട്ടില്ല. അപ്പൊ ഈ വാഴ ഈ വാഴയില്ലേ, വാഴപ്പോള വെച്ചിട്ട് പദമൊക്കെ ഉണ്ടാക്കി അതൊക്കെ അത് പറഞ്ഞ് മനസ്സിലായതൊരു പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഏതാണ്ട് ഒരു 3 ഏക്കർ സ്ഥലം ഉണ്ട്. ഈ ചെരുപ്പാട് ഒരു ശരിക്കും പറഞ്ഞാൽ കുറെ ഇപ്പൊ എത്ര കൃത്യമായിട്ട് അറിയില്ല, എത്ര വർഷം പഴക്കം വരും. 350-400 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. അത് കിണറാണ്. കിണറാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4 കാവുകളാണല്ലോ. ഈ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ കാവ് എന്ന് പറയുമ്പോൾ അവരുടെ കേറിക്കോളൂ അതൊന്നും നോക്കണ്ട. ശരിക്കും കാവ് എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള സംഗതിയല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു റെപ്പോസിറ്ററി ആണ്. പിന്നെ ഇതിന്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പാടില്ല. അത് നമ്മളൊന്നും എടുക്കാൻ പാടില്ല ഇവിടുന്ന്. അതൊരു പിന്നെ കഴിയുന്നതും ഇവിടേക്ക് പ്രവേശിക്കരുതെന്നാണ് സങ്കല്പം. ശരിക്കും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇവിടെയൊക്കെ വിളക്ക് കത്തിക്കുക അതൊക്കെ പിന്നെ ഒന്നാണ്. ശരിക്കും കാവുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ആൽമരം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കരിങ്കലിന്റെ ഒരു കഷ്ണാത്രയൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ നാഗരാജാവിന്റെ ഒരു ശില്പമൊക്കെ ഉണ്ടാവും. അല്ലാതെ അത് ഒരു ക്ഷേത്രമല്ല. അത് ആൾക്കാർക്ക് അറിയില്ലത്. ആൾക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ വലിയ എന്താ പറയാ ഇത് കാവെന്ന് പറയുമ്പോ പ്രധാനമായിട്ട് ഈ ഇവിടെയുള്ള ഈ അത് ഫ്ലോറ ആൻഡ് ഫോണ സസ്യങ്ങളുണ്ടാവും, മറ്റുള്ള ജീവജാലങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ധാരാളം ഈ വവ്വാലുകളുണ്ട്. ഇവിടെ വലിയൊരു പാലി ഉണ്ടായിരുന്നു, അത് പോയി. അതിലൊരു 500 മുതൽ 1000 വരെയെങ്കിലും ഈ അതിലുണ്ട്. ഇപ്പൊ പാലമരം പോയപ്പോ ഈ മാവിലേക്കും പിന്നെ ആ പുളിമരത്തിലേക്കും പോയി. പിന്നെ ഈ കാവെന്ന് പറയുമ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നൊന്നല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നതാണ്. അത് വട്ടത്തിക്കിറങ്ങി കണ്ടില്ലേ? ഇത് ശരിക്കും ഒവ്വാലാണ്. ഒവ്വാൽ എന്തിനാ പറയാ. പിന്നെ ഓരോ കാവിനോട് ചേർന്ന് ഇവിടെ 4 കാവാണുള്ളത്. ഇപ്പൊ ഇതിന്റെ കിഴക്ക് വശത്ത് 2 പിന്നെ പടിഞ്ഞാറ് വശത്ത് 2, അങ്ങനെയാണ്. ഓരോ കാവിനോട് ചേർന്ന ഒരു കുളം ഉണ്ടാവും, അതാണ് സങ്കല്പം. ഇവിടെ 4 കാവ് 5 കുളങ്ങളാണുള്ളത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ കാവുകള് പണ്ട് ജലസംരക്ഷണമൊക്കെ വളരെ നാച്ചുറൽ. അപ്പൊ ഒരിക്കലും ഈ വേനൽക്കാലത്ത് സമൃദ്ധിയായിട്ട് വെള്ളം ഉണ്ടാവും. പെയ്യുന്ന മഴവെള്ളമൊക്കെ പിടിച്ചേർത്തും. പിന്നെ ഈ ഇപ്പൊ ഇതുവരെയുള്ള ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ മഹാമാരികളൊക്കെ വരുന്നത്, ഇപ്പൊ നിപ്പ ആണെങ്കിലും. അപ്പൊ നമ്മൾ വിചാരിക്കുക നിപ്പ ഇപ്പൊ കോവിഡ് വന്നു, ഇപ്പൊ നിപ്പയ്ക്കൊക്കെ കാരണം നമ്മൾ വിചാരിക്കുക അത് പൊതുവെ വവ്വാലുകളാണ് കാരണമാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു മരം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വവ്വാലുകളൊക്കെ അടുത്ത വീടുകളിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് മനുഷ്യ സമ്പർക്കം വരുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന സൂണോട്ടിക് ഡിസീസസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിപ്പ വരാതിരിക്കണമെങ്കിൽ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത്, ഇപ്പൊ എല്ലാവരും ഇപ്പൊ വാക്സിൻ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത്. അതിന് പകരം ഈ വൈൽഡ് ഹാബിറ്റാറ്റ്സിന്റെ ഇതുപോലുള്ള കാവുകൾ അത് സംരക്ഷിക്കുക. അപ്പൊ ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു ഇരുട്ടുണ്ടായി കഴിഞ്ഞാല് അവര് സേഫായിട്ട് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഈ ഹാബിറ്റാറ്റ്സ് നഷ്ടപ്പെടുമ്പോൾ അവർ മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകും, മനുഷ്യരായിട്ട് സമ്പർക്കം വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു കൺസർവേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ ഇതുപോലുള്ള ഓരോ ഇക്കോസിസ്റ്റം, പ്രത്യേകിച്ച് കാവുകൾ. ഇപ്പൊ പണ്ട് ധാരാളം കാവുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഓരോ പുരയിടങ്ങളോട് ചേർന്നിട്ടുണ്ട്.
ബട്ട് ഇപ്പോഴും പൂജയെല്ലാം പൂജ ഇപ്പൊ ആരും ഇല്ല. ആരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നോടൊക്കെ പൂജ പഠിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല. എനിക്ക് ഈ റൈറ്റ്സ് ആൻഡ് റിച്വൽസിലൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എനിക്ക് കൺസർവേഷൻ, റെസ്റ്റോറേഷൻ ഇതൊക്കെ ഇഷ്ടമാണ്, ചെടികൾ ഇഷ്ടമാണ്. പക്ഷെ പൂജ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, അത് പ്യുവർലി ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും പൊള്ളയാണ് ശരിക്കും. അതിൽ വലിയ സ്പിരിച്വാലിറ്റി ഒന്നും ഇല്ല. അത് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കാണുന്നത് മദർ നേച്ചറാണ്. അത് ആൾക്കാർക്ക് പിടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്, കാവ് എന്ന് പറയുമ്പോൾ സംരക്ഷിക്കേണ്ടത് ഈ ബയോഡൈവേഴ്സിറ്റി ആണ്. അല്ലാതെ ഇതല്ല കാവ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് കാവ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു പരിധി വരെ നമ്മുടെ വിശ്വാസങ്ങളും റൈറ്റ്സ് ആൻഡ് റിച്വൽസും ഇതിനെ ഇതുപോലെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടോ? പക്ഷെ അത് മാത്രമായിട്ട് പോരുത്. പതുക്കെ എല്ലാരും പറഞ്ഞാൽ ഇനി പതുക്കെ ഇതൊരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെല്ലാം വൃത്തിയാക്കും, മരങ്ങളെല്ലാം ഇവിടെ ഒരു ഭണ്ഡാരപ്പെട്ടി വരും, മനസ്സിലായി, പിന്നെ ഫണ്ട് ഉണ്ടാക്കുക, പിന്നെ വലിയൊരു ഓഡിറ്റോറിയം വരും. അങ്ങനെ ആയി പോണ്. അങ്ങനെ ആവരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ കുട്ടികൾ വരുമ്പോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരും, അപ്പൊ പലർക്കും എന്താണ് കാവുന്ന, ഇപ്പൊ വൈപ്പിന് എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു കാവ് വേറെ ഇല്ല. ഇപ്പൊ നമുക്കിപ്പോ പെരുമ്പാവൂര് ഇരിങ്ങോൾക്കാവുണ്ട്, അവിടെ നല്ല 15 ഏക്കറോ 50 ഏക്കറോ ഉണ്ട്. അതുപോലെ ഇപ്പൊ പൊന്നക്കുടം കാവുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഒരു വൃക്ഷം പോയ എന്താണ്, ഈ ഒരു വൃക്ഷം ഇല്ലാതായി ഇവരുടെയൊക്കെ എന്താ പറയാ വീട് ഇല്ലാതാവുകയാണ്. അത് നമുക്ക് പിടികിട്ടണ്ട. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു ഇക്കോസിസ്റ്റം ആണ്. എത്ര ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ഒരു പാർപ്പിടായിരിക്കും ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുളി എന്നൊക്കെ പറയും. ഈ ഓൾ ഗ്രോത്ത് ഫോറസ്റ്റ് എന്നൊക്കെ പറയും, മദർ ട്രീസ് എന്നൊക്കെ പറയും. അതായത് 100, 150, 200 വർഷമുള്ള പഴക്കമുള്ള വൃക്ഷങ്ങൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇതുപോലുള്ള ജീവജാലങ്ങളൊക്കെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സേഫാണ്. മനുഷ്യർ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ ആരും താമസിക്കില്ല. ഇവിടെ ആകെ ഉണ്ടായിരുന്ന അനുസരിച്ചാണ്. അനുസരിച്ച് ഇപ്പൊ ഒരു മാസം മുമ്പ് മരിച്ചു. വേറെ ആരും ഇല്ല. വല്ലപ്പോഴും നമ്മുടെ റിലേറ്റീവ്, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും കുട്ടികൾ വരുമ്പോ വരും എന്നല്ലാതെ വേറെ ആരും വരില്ല. ഇനിയിപ്പോ ഇതിന്റെ യഥാർത്ഥ അവകാശികളും ചെന്നൈയിലാണ്. ഇനി അവര് വന്ന് എന്താ ചെയ്യാന്ന് നമുക്ക് അറിയില്ല. അത് മാത്രമല്ല, ഇത് സംരക്ഷിക്കാൻ അത്ര എളുപ്പമല്ല. വൃത്തി എന്ന് പറഞ്ഞാല് കാവ് വൃത്തിയാക്കുന്ന നമുക്ക് വഴികളിടാം. അല്ലാതെ ഇത് ചെറിയ രീതിയില്, അതായത് ചെറുതായിട്ടൊന്ന് പുല്ല് വെട്ടാൻ വേണമെങ്കിൽ. പക്ഷെ കാവ് ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യില്ല. എന്നുവെച്ചാ അത് അതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയിലാണ് ഇരിക്കുന്നത്. അത് വഴികൾ നോക്കിട്ടാ. ഇപ്പൊ വരികയാണ്, കുട്ടികൾ വരികയാണെങ്കിൽ നമുക്ക് നടക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പൊ എന്ത് പറ്റുന്ന അറിയാണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത്രയൊക്കെ എത്തും പുല്ല്. അപ്പൊ പിന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അപ്പൊ ആ ഒരു വഴി വേണമെങ്കിൽ ഇടാം. പിന്നെ ഇവിടെ അനുസരിച്ചുണ്ടായിരുന്നത് വിളക്ക് എത്തിക്കുമായിരുന്നു. അപ്പൊ വൈകുന്നേരമൊക്കെ വിളക്ക് എത്തിക്കാൻ വരുമ്പോ ഒരു വഴി വേണം നമുക്ക്. കാരണം ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പുണ്ട്, ഇപ്പൊ എല്ലാം ഇത് സർപ്പക്കാവുന്നുള്ള പറയുന്നത്. അപ്പൊ പാമ്പുണ്ടാവും. പക്ഷെ നമ്മള് ഇപ്പൊ ശ്രദ്ധിച്ച് നടക്കുമ്പോ താഴേക്ക് നോക്കി നടക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കഥകൾ എന്തെങ്കിലും ഉണ്ടോ കാവുടെ? ഇപ്പൊ ഞാൻ വെച്ചാൽ ഇവിടെ അങ്ങനെ നോക്കണ്ട. നമ്മള് പൊതുവെ ചെരുപ്പിടാറുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ പൂജ നടക്കുമ്പോഴൊക്കെ ഇവിടെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അതെന്ന് പറഞ്ഞാല് രാത്രിയാണ് ഗുരുതി പൂജ. രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ വെളിച്ചൊന്നും ഉണ്ടാവില്ല, നിലവിളക്കിന്റെ വെളിച്ചം മാത്രം ഒഴിക്കില്ല. അതൊരു പ്രത്യേക ഒരു ഇതായിരുന്നു. പിന്നെ അത്രയും ലാർജ് സ്കെയിലില് ഗുരുതി പൂജ കേരളത്തിൽ ഒരിടത്തും നടക്കണ്ട. കാരണം 64 പദം എന്ന് പറയും. അതിന് രാവിലെ ഒരാഴ്ച മുമ്പ് തന്നെ ഇതെല്ലാം തുടങ്ങും. അന്ന് ഇവിടെ അല്ല, ഇനി പക്ഷെ അത് നിന്നിട്ട് തന്നെ കുറച്ച് നാളായി. കാരണം ഇവിടെ പൂജ ഇരുന്നത് രവിചേട്ടനായിരുന്നു. പിന്നെ രവിചേട്ടൻ മരിച്ചപ്പോ പിന്നെ അത് നിന്നു. പിന്നെ 1-2 വർഷം കൂടിയൊക്കെ നടന്നു മാത്രം. പിന്നെ എന്നോടൊക്കെ പറഞ്ഞു പൂജ പഠിക്കാൻ. ഞാൻ പറഞ്ഞ അതിനൊന്നും പോയില്ല. എനിക്കത് പക്ഷെ ഇതുപോലെ കാരണം വെച്ചാല് അടുത്ത ഒരു തലമുറയ്ക്ക് എന്താണ് കാവുന്ന എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ വരുമ്പോഴേ ഇതൊരു കുഞ്ഞു കാവാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും ഇതുപോലെ പല കാവുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാലേ, ഇപ്പൊ ഇവിടെ പൊതുവെ കാവുകൾ ഇല്ലാതെ എങ്ങനെയാന്ന് വെച്ചാല് പാർട്ടീഷൻ നടക്കുമല്ലോ. ഇന്നൊരു 4 അവകാശികളാണ് ഇപ്പൊ ഉള്ളത്. 4 പേര് പാർട്ടീഷൻ നടത്തുമ്പോ ഇത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റൂല. കാവ് അങ്ങനെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ ആവാഹിക്കുന്ന ഒരു പരിപാടി. അതെ. ഓരോ അതുപോലെ നമ്പൂരി ഫാമിലീസ് ഉണ്ട്.
പാമ്പുമേക്കാട്ട് ആമയുടെ അവിടെ വേണ്ടിട്ട് ഇത് ആവാഹിക്കുന്ന പറഞ്ഞാൽ ഒരു സങ്കല്പമാണത്. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കാവുകളൊക്കെ ഇല്ലാതായി പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നിർമ്മലാനന്ദ സ്വാമിയൊക്കെ ഉള്ളപ്പോ ഇതിനെ പറയായിരുന്നു, അതായത് ഒരു ഇക്കോസിസ്റ്റത്തെ നമുക്ക് ആവാഹിക്കാനൊന്നും പറ്റില്ല. ഈ ഇവിടത്തെ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ കാവ് തീണ്ടലെ കുളം പറ്റുന്ന പറഞ്ഞ സുധരമാരി ടീച്ചറെ പുസ്തകം എഴുതിയിട്ടുണ്ട്. കാവ് തീണ്ട എന്ന് വെച്ചാൽ ഈ കാവിനോട് ഇവിടെ 5 കുളമുണ്ട്. ഈ എന്തുകൊണ്ടാണ്, അതായത് ഓരോ കാവിനോട് ചേർന്ന് കുളം ഉണ്ടാവും. അതാണ് ഒരു സങ്കല്പം. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കുളം, ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ ഒരു കുളമുണ്ട്, ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. എന്തുകൊണ്ടാണ് കുളത്തിൽ വെള്ളം ഉള്ളത്? നമ്മൾ വെറുതെ കുളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആഴത്തിൽ വേരുകൾ പോകുന്ന വൃക്ഷങ്ങളും ഈ സസ്യലതാദികളും ഉള്ളതുകൊണ്ടാണ് ആ കുളത്തിൽ സമൃദ്ധിയായിട്ട് വെള്ളമുള്ളത്. അപ്പൊ ഈ കാവില്ലാതെ പിന്നെ കുളമില്ല. അപ്പൊ ജലസംരക്ഷണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇതാണ് ശരിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ഇടം വേണ്ടേ കുട്ടികൾക്കാണെങ്കിൽ. അപ്പൊ ഇതൊരു ഇക്കോസിസ്റ്റമാണ്. ഇപ്പൊ നമ്മള് ഓരോ പഞ്ചായത്തിലും ഓരോ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഉണ്ട്. അതിൽ ഇതുപോലുള്ള ഇക്കോസിസ്റ്റംസ് ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ സർക്കാർ തന്നെ വനം വകുപ്പ് തന്നെ ധനസഹായം കൊടുക്കുന്നുണ്ട് ഈ കാവ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. കാരണം ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒന്നും വരില്ല. അത് അത്ര എളുപ്പമൊന്നുമല്ല നമ്മള്. കാരണം നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ ഇതൊക്കെ കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അമ്മ വീട്ടിൽ ഞാൻ അമ്മോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നീ അതൊന്നും പോണ്ട എന്നുവെച്ചാ നമ്മള് പറഞ്ഞ അവര് വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് ഈ സ്ഥലം കാവ് സംരക്ഷണം വനു ഇനി ആ സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ പോണു എന്നുള്ളൊരു ഇതൊക്കെ വരും. പക്ഷെ ഇതിന്റെ ഒരു അവസ്ഥ ഇതാണ്. ഇപ്പൊ നമുക്ക് കുറച്ചാളും കൂടി കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇതൊന്നും എന്താണ് ഒരു കാവെന്ന് ഇപ്പൊ ഇവിടെ നമുക്ക് ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതുണ്ട്. അത് നമുക്ക് ഒരു സിറ്റിയിൽ ഇരുന്നാൽ കിട്ടില്ല. അപ്പൊ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇടങ്ങൾ വേണം. പിന്നെ ഇത് ഈ പരിസ്ഥിതി സംരക്ഷണത്തിലും ഇപ്പൊ ഈ ഒരു പഞ്ചായത്തിലെ ഒരു ലങ്സ് എന്ന് വേണമെങ്കിൽ ഇന്ന് വിളിക്കാം. എറണാകുളത്ത് മംഗളവന ഉള്ള പോലെ, അല്ലെങ്കിൽ പെരുമ്പാവൂര് ഇരിങ്ങോൾക്കാവുള്ള പോലെ. അത് നമ്മള് പിന്നെ നോക്ക്, ചെലവ് നോക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ചെലവാണ് ഗരുഡ ചെലവ്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാ ഇവിടേക്ക് വരണേ? അത് ഈ ഒരു ഹാബിറ്റാറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. ഈ വൈൽഡ് ഹാബിറ്റാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ആരോഗ്യത്തിന്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സൂണോട്ടിക് ഡിസീസസ് ഒക്കെ വരാതിരിക്കാൻ ഇതുപോലുള്ള ഹാബിറ്റാറ്റ്സ് നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ എല്ലാവരും ഈ എന്താ പറയാ, ഈ വവ്വാലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. വവ്വാലില്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. അവരാണ് ഈ പോളിനേഷനും ഇതൊക്കെ ചെയ്യുന്നത്. നാട്ടുമാവാണ്. പിന്നെ ഇത് കൂവളാണ്. പിന്നെ ഗണപതിഹാരമുണ്ട്, ആര്യത്തുണ്ട്, കുറെ ഔഷധങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. അത് ചപ്പിക്കുടിയൻ. ശരിക്കും നാടൻ മാവുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈടെ നാടൻ മാവുകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ലീഡ് ചെയ്യാൻ ഞാനൊരു മെമ്പറാണ്. അത് ലീഡ് ചെയ്യണ സഖിലേട്ടനാണ് തൃശ്ശൂരിലെ. ഈ വർഷം നമ്മളൊരു പ്രദർശനം നടത്തി തൃശ്ശൂര്. 2000-ഓളം നാട്ടുമാവുകളുടെ ഇനിയുണ്ട് ശരിക്കും. അത് ഗിന്നസ് റെക്കോർഡാണ്. അത്രയും മാവ്, അതായത് മാവ് എന്ന് പറഞ്ഞ ചെടിയല്ല, മാങ്ങകളുടെ ഒരു പ്രദർശനം ലോകത്തിൽ ആദ്യമാണ്. അപ്പൊ അത്രയും ഡൈവേഴ്സിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പൊ. അതായത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇപ്പൊ ഹൈവേ വികസനം വരുന്നുണ്ട്. ഇതുപോലുള്ള കാവുകൾ ഇവിടെയൊക്കെ ആയിരുന്നു ഈ അല്ലെങ്കിൽ വലിയ പണ്ടത്തെ വീടുകളൊക്കെ അവിടെയൊക്കെ നാട്ടുകാവുകളുണ്ടാവും. പക്ഷെ അതെല്ലാം മുറിച്ച് മാറ്റപ്പെടുകയാണ്. പക്ഷെ വലിപ്പം കുറവായിരിക്കും അതിനൊക്കെ. നമുക്ക് അങ്ങനെ വലിയ മാമ്പഴമൊന്നും ആയിരിക്കില്ല. പക്ഷെ അതിന്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്ര ഉണ്ടാവുള്ളൂ. ചെറിയ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു നാട്ടുമാവുണ്ട്. അതിനൊരു 90 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിമം 2000-3000 വാങ്ങിയത്. അധികം വലിപ്പമില്ല. ഇല്ല, അത് ചന്ദ്രക്കാരനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. പക്ഷെ മൂവാണ്ടന്റെ അത്ര ഒന്നുമില്ല, ഇടയ്ക്കുള്ള ഒരു എന്റെ തറവാട്ടിലുണ്ട്. ശരിക്കും അത് നമുക്ക് മാത്രമല്ല ഭക്ഷണം. ഇപ്പൊ അതിലും വാങ്ങി ഉണ്ടായി തുടങ്ങിയ ആയിരക്കണക്കിന് കാക്കകൾ വരും.
പക്ഷികൾക്ക് അത് ഭക്ഷണമാണ്, മറ്റുള്ള ജീവജാലങ്ങൾ. ഉം. പിന്നെ അതിന് ആയുസുണ്ട്, ശരിക്കും പറഞ്ഞാൽ 200-300 വർഷമൊക്കെ നിൽക്കും. ഇപ്പൊ നമ്മള് ബഡ് ചെയ്ത ഒരു ഗ്രാഫ്റ്റ് അത് കുറച്ച് നാളെ അത് നിൽക്കുള്ളൂ. പിന്നെ അധികം വാങ്ങി ഉണ്ടാവില്ല. ഒരു തവണത്തേക്ക് നല്ലതുണ്ടാവുള്ളൂ. കുറേ റിസർച്ച് പേപ്പർ ഉണ്ട് കാവുടെ കുറിച്ച്, ഈ ആനിമൽസ് സ്നേക്കും കേരളത്തിനെ കുറിച്ച് എല്ലാം. ഈ കാവുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, കേരളത്തിൽ മാത്രമല്ല, Culture. കർണാടക എല്ലാ സ്ഥലത്തും ഉണ്ട്. ആഹാ. ഓ, നല്ലതാണ്. നല്ല സുഖം. രാത്രി നല്ല സമയം ഇവിടെ. ഈ ആനച്ചേച്ചിയുടെ ചേച്ചി ഉണ്ണിച്ചേച്ചി ഉണ്ടായിരുന്നു. ഉണ്ണിച്ചേച്ചി ഇങ്ങനെ പ്രായമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ രാത്രി ഇവിടെ ഒന്ന് കിടക്കുമായിരുന്നു. അപ്പൊ രാത്രി ഇതില്ലേ കൊത്തിച്ചുടാനൊക്കെ പറയും. ഈ നമ്മള് ഇങ്ങനെ രാത്രി ശബ്ദം ഉണ്ടാക്കില്ല, കാലം കൊഴി. അപ്പൊ അതിന്റെയൊക്കെ ശബ്ദം കേൾക്കാം. പലർക്കും ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ എനിക്ക് പേടിയാവും, പക്ഷെ എനിക്കൊരു പേടി തോന്നില്ല. അത് രാത്രി ഭയങ്കര ഇതാണ്, എന്ന് വെച്ചാൽ പല ശബ്ദങ്ങൾ കേൾക്കാം. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1-2 വർഷത്തിന് മുന്നേ ഇലക്ട്രിസിറ്റി വന്നു. അതിനു മുമ്പ് വരെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. വിളക്കിന്റെ പ്രയാസത്തിലായിരുന്നില്ല. ഇത്ര റോഡ് സൈഡിലായിട്ടും അതെ അതെ. അതെന്താ? അതെന്താന്ന് വെച്ചാ പറയാൻ പറ്റൂല. കുറച്ച് ഇങ്ങനെ വിശ്വാസങ്ങളും ഇതൊക്കെ മുറുകെ പിടിച്ചിരുന്ന. അപ്പൊ അല്ലാതെ അത് വേണമെങ്കിൽ എടുക്കായിരുന്നു ശരിക്കും. അങ്ങനെ അവര് കണക്ഷൻ ഒന്നും എടുത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇപ്പൊ വൈദ്യുതി ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ജീവിക്കാം. നമുക്കിപ്പോ മൊബൈല് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മിക്സി വേണം, അല്ലെങ്കിൽ ടി വി വേണം. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങണം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും ശരിക്കും. അല്ലേ? ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത ശൈലി മാറിപ്പോയി. ഇപ്പൊ ഇവിടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ആനച്ചേച്ചി ആണെങ്കിലും ഉണ്ണിച്ചേച്ചി, സവിച്ചേച്ചി വലിയൊരു ഫാമിലി ആയിരുന്നു ഇവിടെ. പക്ഷെ അവര് ഇവിടെ എന്ന് പറഞ്ഞാല് എല്ലാ പച്ചക്കറിയും ഉണ്ടാവും ഇവിടെ. എന്ന് വെച്ചാല് ഇവിടെയൊക്കെ കൂർക്ക, ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളില്ല. കിഴക്ക് വശത്ത് തൊഴുത്ത്, അവിടെ ഒരു 5-6 പശു, അത്ര സമൃദ്ധിയുള്ള ഒരു ഇത്. അതായത് എല്ലാവരും ഉണ്ടായിരുന്നപ്പ. പിന്നെ ഓരോരുത്തരായിട്ട് ഇത് ഇങ്ങനെ ഒരു വീട് വായ്പില് വേറെ ഉണ്ടാവില്ല. എന്ന് വെച്ചാ വൈദ്യുതി ഇല്ലാത്ത. ഇപ്പൊ ആനച്ചേച്ചിക്ക് അവസാനമായപ്പോ പിന്നെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് സഹായം കിട്ടി. അങ്ങനെ അവര് സോളാർ വെച്ചു. അപ്പൊ പിന്നെ വൈദ്യുതിയൊക്കെ വന്നു. സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങട്ടെ. എത്ര സമയം? എറണാകുളത്തേക്ക് പോകണതാണോ ആലുവയ്ക്ക് പോകണോ? എറണാകുളത്തേക്ക് പോകണം എളുപ്പം. കാരണം ഇവിടുന്ന് ഒറ്റ ബസ് പോയാണ്, മറ്റേ 2 ബസ് വേണം. പറവൂര് എല്ലാം, പറവൂരിന്ന് വേറെ ബസ് വേണം. അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടോ? മെട്രോ സ്റ്റേഷൻ കുറച്ച് നടക്കേണ്ട വരും, MG റോഡിലേക്ക് നടക്കണം. ഇവിടുന്ന് പോകുമ്പോ ഹൈക്കോർട്ടിൽ ഇറങ്ങേണ്ടി വരും. ഹൈക്കോർട്ടിൽ നിന്ന് ലിസി പോയി കഴിഞ്ഞാൽ മെട്രോ. അല്ല, ഒറ്റ ബസ് ആലേക്ക് ഇവിടുന്ന് കിട്ടൂല. അല്ല, എങ്ങോട്ട് പോകാനാണ്? കളമശ്ശേരി